ഞങ്ങൾക്കിവിടെ ഈ പാളയംകോടൻ പഴം എന്ന് പറഞ്ഞ് കിട്ടുന്നത് നമ്മുടെ ഒമാനി പഴമാണ്. അത് ഈ പാളയംകോടൻ പഴവുമായിട്ട് ചെറിയ രീതിയിലുള്ള സാമ്യമുണ്ട്. അപ്പോൾ ഈ പാളയംകോടൻ പഴം കാണുമ്പോൾ എനിക്ക് വെറുതെ കഴിക്കുന്നത് ഇഷ്ടമല്ല. ഈ പാളയംകോടൻ പഴം ഇത് വെച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാമല്ലോ എന്ന് കരുതി 2-3 പാളയംകോടൻ പഴം ഞാൻ വാങ്ങാറുണ്ട്. അപ്പോൾ ഇന്ന് ഏറ്റവും സിമ്പിളാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പമാണ് കാണിക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടിയും 1 കപ്പ് അരിപ്പൊടിയും. അതിലേക്കൊരു 3 പാളയംകോടൻ പഴം മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ശർക്കര പാനി ഉരുക്കിയത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ. ശർക്കര പാനി ഞാൻ 200 ഗ്രാമാണ് ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഈ ഒരു സമയം ഇതിനായിട്ടുള്ള തേങ്ങാക്കൊത്തൊന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തേങ്ങാക്കൊത്ത് വറുത്ത് തണുക്കട്ടെ. ആ സമയം ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടീസ്പൂൺ ജീരകപ്പൊടിയും 1 ടീസ്പൂണ് ചുക്കുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് എള്ളും കൂടി ചേർത്തതിന് ശേഷം ആ തണുത്ത തേങ്ങാക്കൊത്ത് നെയ്യോടുകൂടി ഇതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് ലൂസാകരുത് മാവ്. ഇനി നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. എനിക്കെപ്പോഴും അരി അരച്ചുണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിനോടാണ് ഇഷ്ടം കൂടുതൽ. ടേസ്റ്റും അതിന് തന്നെയാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് നമുക്ക് ഒരു ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതേ ഉള്ളൂ മാർഗ്ഗം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഒരു സൈഡ് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ മറു സൈഡിലേക്കും തിരിച്ചിട്ടിട്ട് നല്ല ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞ അടിപൊളി ടേസ്റ്റ് ആയിരുന്നെന്ന്. അപ്പോൾ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾവശം കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കിയാലും ഈ ഉണ്ടാക്കുന്നവരാണല്ലോ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലായിട്ട് എണ്ണ തെറിച്ചിട്ട് മുഴുവൻ ചീത്തയായി പോകും. അപ്പം ഞാൻ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് രാത്രിയിലത്തേക്ക് ഡിന്നറിനായിട്ട് ഞാൻ പനീർ റൈസാണ് ഉണ്ടാക്കുന്നത്. ഇത് മിക്ക സമയങ്ങളിലും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. ഇത് കഴിക്കാനായിട്ട് സൈഡ് ഡിഷ് ഒന്നും വേണ്ട. അതുകൊണ്ടാണ് ഈ ഒരു റൈസ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലുള്ള റൈസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഇതിന് മുകളിലായിട്ട് കുറച്ച് ബ്രെഡ് ഇതുപോലെ ക്യൂബ്സ് ആക്കിയിട്ട് ഫ്രൈ ആക്കിയിട്ട് ചേർക്കാറുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിന്നറും റെഡി ആയിട്ടുണ്ട്.